നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനാപകടങ്ങൾ വളരെ വിരളമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. കാരണം അത്രയും സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ ശേഷമാണ് ഒരു യാത്രയ്ക്കായി വിമാനം പുറപ്പെടുന്നത്. എന്നാൽ ഒരു വിമാനാപകടം സംഭവിച്ചാൽ ജീവൻ തിരിച്ചു കിട്ടണമെന്നില്ല. ചില അപൂർവമായ സന്ദർഭങ്ങളിൽ യാത്രക്കാർ രക്ഷപ്പെടുന്നുണ്ടെന്ന് ഒഴിച്ചാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ വിമാനം കടലിൽ വീണുണ്ടായ അപകടത്തിൽ ഹോളിവുഡ് നടൻ ക്രിസ്റ്റ്യൻ ഒലിവറും 2 പെൺമക്കളും മരണപ്പെട്ടിരിക്കുകയാണ്. ടേക്ക് ഓഫിന് പിന്നാലെ കരീബിയൻ കടലിൽ പതിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ഇവർ സഞ്ചരിച്ച സ്വകാര്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 51-കാരനായ ഒലിവറിനൊപ്പം മക്കളായ മെഡിറ്റ 10 വയസ്സ്, അനിക് 12 വയസ്സ്, പൈലറ്റ് റോബർട്ട് ഷാസ് എന്നിവരാണ് വ്യാഴാഴ്ച നടന്ന അപകടത്തിൽ മരിച്ചത്. മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡും സംഭവസ്ഥലത്തേക്ക് ഉടൻ എത്തിയെങ്കിലും ആരെയും രക്ഷിക്കാനായില്ല. 2006 പുറത്തിറങ്ങിയ ദ ഗുഡ് ജർമ്മൻ എന്ന ചിത്രത്തിൽ ജോർജ് ക്ലൂണിക്കൊപ്പമാണ് ക്രിസ്റ്റ്യൻ ഒലിവർ ആദ്യമായി ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. 2008 പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി ചിത്രമായ സ്പീഡ് റേസറിലൂടെ പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു. 60-ലേറെ സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും ഒലിവർ ഭാഗമായിട്ടുണ്ട്. സേവ്ഡ് ബൈ ദി ബെൽ, ദി ന്യൂ ക്ലാസ് എന്ന TV ഷോയിലൂടെയാണ് ആദ്യകാലത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. അതേസമയം റൺവേയിൽ നിന്ന് തെന്നി നീങ്ങി US നാവികസേന വിമാനം കടലിലേക്ക് പതിച്ച് അപകടം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ നവംബറിലായിരുന്നു ഈ സംഭവം. നാവികസേനയുടെ വലിയ നിരീക്ഷണ വിമാനം മറൈൻ കോർപ്സ് ആണ് അപകടത്തിൽപ്പെട്ടത്. ഹവായിയിലെ റൺവേയിൽ നിന്ന് തെന്നി നീങ്ങി ഒവാഹു ദ്വീപിന് സമീപത്തെ കടലിലേക്കാണ് വീണത്. പുറത്തുവിട്ട ചിത്രങ്ങളിൽ കനോഹെ ബേയിൽ ആഴം കുറഞ്ഞ കടലിൽ ഇരട്ട എഞ്ചിൻ നിരീക്ഷണ ജെറ്റ് വിമാനം പൊങ്ങിക്കിടക്കുകയായിരുന്നു. മഴയും മേഘങ്ങളും കാഴ്ചക്കുറവിനെ സ്വാധീനിച്ചെന്നും ഇതേ തുടർന്നാണ് അപകടം ഉണ്ടായതെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. വിമാനം പതിവ് പരിശീലനത്തിനായി ഹവായി ദ്വീപിലേക്ക് എത്തിയതായിരുന്നുവെന്ന് US സൈന്യം അറിയിച്ചത്. ബോയിംഗ് P-8A പോസിഡോൺ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 9 യാത്രക്കാരിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് അധികൃതർ പിന്നീട് അറിയിക്കുകയായിരുന്നു. 34 കിലോമീറ്റർ വേഗതയിൽ മൂടൽമഞ്ഞ് അടങ്ങിയ കാറ്റ് വീശുന്നതിനാൽ ഏകദേശം 1.6 കിലോമീറ്റർ വരെ കാഴ്ചയുണ്ടായിരുന്നുള്ളൂവെന്ന് ദേശീയ കാലാവസ്ഥാ സേവന ഡാറ്റ റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് അപകടത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചു. വിമാനം കടലിൽ വീണതിനെ തുടർന്ന് ഇത് പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആശങ്കയുണ്ടെന്ന് പ്രദേശവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ US സൈന്യം തയ്യാറായില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.